കമൽ സാർ 1996 ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനും അപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ആ ഒരു ചേഞ്ചിങ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ സാർ. ഈ പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള പേടി ഞങ്ങൾക്കും ഉണ്ട്. അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ്, വലിയ രംഗത്തൊക്കെ അത് പറയുന്നുണ്ട് സാർ. ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലിസ്റ്റ് എടുത്തു, പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് എടുത്തു. അതും കഴിഞ്ഞിട്ടാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സ്ക്രീൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് സാർ, അപ്പോൾ കഴിഞ്ഞൊരു 1.5 മാസമായിട്ട് സാർ കൽക്കിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നു, ഇന്ത്യൻ ടൂവിന് വേണ്ടി പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓൺ ദി അതർ സൈഡ് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ്. എങ്ങനെയാണ് സാർ ഇത്രയും എനർജറ്റിക്കും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമ ഇത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുന്നത്? Where does the energy come from to do this? Okay. ഒരിക്കൽ ഇവിടെ വന്ന ഒരു അപ്ലാസ് വാങ്ങിച്ചു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. ഇതാണ് എൻ്റെ എനർജി. ശമ്പളം അതൊക്കെ ഓക്കെ, അതിന് ടാക്സ് കൊടുക്കണം. ഇതിന് ആരും എന്നോട് ടാക്സ് ചോദിക്കാൻ പറ്റില്ല. So that is where my energy comes from. Your enthusiasm to watch me on screen makes me go on screen. Thank you. Next. How has your approach towards playing Senapati evolved during these years? Keep the mic closer. Hello. How has your How has it evolved? എങ്ങനെയായിരുന്നു ആ ഒരു ഇവോൾവ്മെന്റ് ഉണ്ടായത്? Let me start with the very first is സാറ് പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ ഫോട്ടോഗ്രാഫും ചേട്ടൻ്റെ ഫോട്ടോഗ്രാഫും ഒക്കെ അതൊക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ കൺസെപ്ഷൻ. പക്ഷേ അത് ഒരാൾ ചെയ്ത് കാണിച്ചു. ദാറ്റ് ഈസ് മൈക്കൽ വെസ്റ്റ്മോർ 28 years back. He did something for us which was not available anywhere in India. No other Indian actor could get that. We were very grateful. After 28 years, he had retired. But without any sort of big effort, or he helped other young makeup men come up with newer techniques, there were a lot of problems because some of the chemicals didn't agree with me. We had to stop shooting. So they changed. It is like a laboratory science. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല എന്ന് പറയാറുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് റോക്കറ്റ് സയൻസ്. ആൻഡ് സോ മെനി പീപ്പിൾ വർക്ക്, സോ മെനി കെമിസ്റ്റ് വർക്ക് ടു മേക്ക് ഇറ്റ് പോസിബിൾ ദറ്റ് ഐ കുഡ് കണ്ടിന്യൂ working without problem and continue working in other films also after this. So avarake and the stunt avate, the dialogues and everything has changed over time, and we have tried to catch up, but we know that you will be kind to an old man like Senapati. So we've tried our best. The old man has tried his best. So കമൽ സാർ എപ്പോഴും ഫ്യൂച്ചറിലുള്ള ഒരാളാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ ചിത്ത എന്നുള്ളൊരു സിനിമ ഇറങ്ങി, മഹാനദി എവിടെയാണോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ് ചിത്ത കഥ പറഞ്ഞ് തുടങ്ങിയത്. സാറ് വിക്രത്തിൻ്റെ കഥ പറയാൻ വേണ്ടി ലോകേഷ് പറയുമ്പോൾ ലോകേഷിനോട് ചോദിക്കുകയാണ് നമ്മളിപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത്. സാർ എപ്പോഴും ഫ്യൂച്ചറിലാണ്. എപ്പോഴും കമൽ സാർ ഒരു കാര്യം പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് 20 വർഷത്തിന് ശേഷമാണ്. എങ്ങനെയാണ് എപ്പോഴും ഈ ഫ്യൂച്ചറായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ കമൽഹാസൻ എന്ന പ്രതിഭയിലൂടെ മാത്രം മനസ്സിലാക്കുന്നത്? അല്ല, അത് അങ്ങനെയല്ല. നോബഡി ക്യാൻ സീ ബിയോണ്ട് ദെയർ ടൈംസ്, അതാണ് സത്യം. ബട്ട് ഈ കച്ചവടത്തിൽ
അത് കുറച്ച് താമസിക്കും. ആ താമസമാണ്. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, that means it's already ready for you to see. You can understand it. You understand a film by Nolan. Nolan's picture runs well here. The reason why we don't do it is there are certain rules in the business of cinema. അത്രയേ ഉള്ളൂ. You are ready, I am ready. ഈ താമസം കച്ചവടം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ you are not ready എന്നായിരിക്കാം. But we are all clever people, but we must be given opportunity. അത്രയേ ഉള്ളൂ. Nobody sees the future so clearly, at least not me. Don't blame me for that and push me towards future. I'll be much older if you push me to future. Use me now as I am. Because if you say സാരെല്ലാം ഫ്യൂച്ചറാണ്, അത് പിന്നെ മനസ്സിലാവും എന്ന് തത്കാലം കൈയടിക്കേണ്ട സമയത്ത് മിണ്ടാതിരുന്നാൽ കുഴപ്പമാവും കേട്ടോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കൈയടിച്ചേക്കണേ. ദാറ്റ് ഇസ് മൈ താങ്ക് യു.